പറയാൻ പഠിക്കരുത്? കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ നേരിട്ടൊരു ദുരനുഭവമാണ്. അത് താങ്കൾ തന്നെ പറയുന്നുണ്ട് മറ്റു പലർക്കും സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തിനെ താങ്കൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് പറഞ്ഞത്? അപ്പം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ഇനി അതൊരു അല്ല, അത് പേര് പറയാത്തതിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട്. അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്? ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത്. അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ. ആ സമയത്ത് തന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു, ഇങ്ങനെ ആകരുത്, കാരണം നിങ്ങളൊരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നെന്നോട് ചോദിച്ചു. ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ മുഖമാണ്. എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ചാനൽ ചർച്ച ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള വിഷയം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതല്ലേ? എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പൊ അത് തന്നെ ഹൂ കെയേഴ്സ് ആണ്. അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ അതുണ്ടായില്ല. സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു, നേരിട്ടൊരു ദുരനുഭവമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട് പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുന്ന അല്ല, അതിനെന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല.